അധ്യായം 4. ലിയോയുടെ നിലവിളി കേട്ടിട്ടാകണം താമര അവിടേക്ക് ഓടി വന്നു. ആ സമയം പെരുമ്പാമ്പ് അവനെ വിഴുങ്ങാനായി അവനിലേക്ക് അടുക്കുകയായിരുന്നു. ലിയോയുടെ നിലവിളി കുറച്ചും കൂടി ഉച്ചത്തിൽ അവിടെ മുഴങ്ങി. താമരയെ കണ്ട ലിയോ അവളെ നോക്കി രക്ഷിക്കാനായി നിലവിളിച്ചു. മാഡം, എന്നെ വന്ന് രക്ഷിക്കേ, ഈ പാമ്പ് എന്നെ വിഴുങ്ങുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും രക്ഷിക്കും മാഡം. എന്നാൽ അത്രയും ഭീകരമായ അന്തരീക്ഷത്തിലും യാതൊരു ഭാവഭേദവുമില്ലാതെ കൈകൾ കെട്ടി നിൽക്കുന്ന താമരയെ കണ്ടവൻ ആശ്ചര്യപ്പെട്ടു. ഈസിൽ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആരെയും ഭയപ്പെടുത്തരുതെന്ന്. അവൾ ശാന്തമായി ആ പെരുമ്പാമ്പിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. താമരയുടെ ശബ്ദം കേട്ടതും അത്രയും നേരം വായ പിളർന്ന് ഉഗ്രരൂപിയായി നിന്ന പെരുമ്പാമ്പ് അനുസരണയോടെ വായടച്ചു. എന്നിട്ടത് ലിയോയെ നോക്കി കണ്ണു ചിമ്മി. താമര ലിയോയുടെ അടുത്തേക്ക് വന്നത് കണ്ട പാമ്പ് പേടിയോടെ അവനിലുള്ള പിടി അയച്ചു. എന്നിട്ട് അത് തൂണിലൂടെ ഇഴഞ്ഞ് മുകളിലേക്ക് പോയി ഷെഡിന്റെ മുകൾ ഭാഗത്തായി തൂക്കിയിട്ടിരുന്ന ഒരു പെട്ടിക്കുള്ളിൽ പോയി ഒളിച്ചു. പെരുമ്പാമ്പ് കൂട്ടിൽ കയറിയപ്പോഴാണ് ലിയോയുടെ ശ്വാസം നേരെ വീണത്. ഇനി ഇതുപോലെ ഇവിടെ വരുന്നവരെ നീ ഭയപ്പെടുത്തിയാൽ ഉറപ്പായും അതിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. എന്നുവെച്ചാൽ നിനക്ക് ഭക്ഷണമൊന്നും തരില്ലെന്ന് മനസ്സിലായോ? ഈസിലിനെ ശകാരിച്ചുകൊണ്ട് താമര ലിയോയെ കെട്ടിയിരിക്കുന്ന കയർ അഴിച്ചു മാറ്റി. അവന്റെ മുഖത്തേക്ക് നോക്കിയ താമരയ്ക്ക് അവനപ്പോൾ പൂർണ്ണമായും ആ ഭയത്തിൽ നിന്നും പുറത്ത് കടന്നില്ലെന്ന് മനസ്സിലായി. ഒരു പാമ്പിനെ കണ്ട് കരയാൻ മാത്രം ഭീരുവാണോ നീ? താമര കളിയാക്കലോടെ പറഞ്ഞുകൊണ്ട് ലിയോയെ നോക്കി. നിങ്ങൾക്കത് പറയാം, ആ കാട്ടിൽ സമാധാനത്തോടെ ഇരുന്ന എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആ പാമ്പിനെ വെച്ച് പേടിപ്പിച്ചു കൊല്ലാനായിരുന്നു. ലിയോ എത്ര ശ്രമിച്ചിട്ടും ഉള്ളിലുള്ള വിഷമം അടക്കാൻ കഴിയാതെ അവൻ കരഞ്ഞുപോയി. അയ്യേ, കരച്ചിൽ നിർത്തടാ, അതെന്റെ വളർത്തുമൃഗമാണ്, അത് മനുഷ്യരെ ഒന്നും ചെയ്യില്ല. നീ കരച്ചിലൊക്കെ നിർത്തിയിട്ട് എന്റെ കൂടെ വാ. താമര അവന്റെ കയ്യിൽ പിടിച്ച് പോകാനായി വലിച്ചു. എന്നാൽ ലിയോ അവളുടെ കൈ ദേഷ്യത്തിൽ തട്ടിയെറിഞ്ഞു. ഞാനെന്തിനാ നീ പറയുന്നതനുസരിച്ച് നിന്നോടൊപ്പം വരുന്നത്? ഞാൻ വരില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് അധികാരത്തിലാണ് നീ എന്നോട് ഓർഡർ ചെയ്യുന്നത്? ഞാൻ നിന്നോടൊപ്പം എവിടേക്കും വരുന്നില്ല. എന്നെ എത്രയും വേഗം എവിടെ നിന്നാണോ പിടിച്ചുകൊണ്ട് വന്നത് അവിടേക്ക് തിരിച്ചു കൊണ്ടാക്കണം, ലിയോ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? താമര ലിയോയെ നോക്കി പുഞ്ചിരിച്ചു. ഈസിൽ. മുകളിൽ പെട്ടിയിലുണ്ടായിരുന്ന പെരുമ്പാമ്പ് അവളുടെ വിളി കേട്ട് പെട്ടിയിൽ നിന്നും തല പുറത്തേക്ക് നീട്ടി നോക്കി. അത് കണ്ട ലിയോ പതിയെ താമരയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. വിശ്രമിക്കാൻ പോയാൽ അതിനെ നീ എന്തിനാ വെറുതെ ശല്യപ്പെടുത്തുന്നത്? എവിടേക്കാ പോകണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്നോളാം. ഉള്ളിലുള്ള നീരസം മറച്ചുകൊണ്ട് ലിയോ പറഞ്ഞു. താമര അവനെയും കൊണ്ട് ഷെഡിന് പുറത്തേക്ക് ഇറങ്ങി. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. നിന്റെ അടുത്ത് നേരത്തെ കണ്ടതുപോലുള്ള വളർത്തുമൃഗങ്ങൾ ഇനിയുമുണ്ടോ? അവൻ ഉത്കണ്ഠയോടെ താമരയെ നോക്കി ചോദിച്ചു. അവൾ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവിടെ നിന്നും പോയി. മുന്നിലേക്ക് നോക്കിയ ലിയോ റൈഡൻ എന്ന ഭീമാകാരമായ നഗരം കണ്ട് ഞെട്ടി മരവിച്ചു നിന്നു. ലിയോയ്ക്ക് അവൻ ഏതോ പുരാതന യുഗത്തിലേക്ക് എത്തിപ്പെട്ടതുപോലെ തോന്നി. വാള്, കുന്തം, കത്തി, കോടാലി, ഗദ തുടങ്ങിയവയാണ് പ്രധാനമായും അവിടെയുള്ള ആളുകളുടെ ആയുധങ്ങൾ. മാത്രമല്ല അവിടെയുള്ള ആളുകളെല്ലാം വളരെ ശക്തരുമാണ്. കുറച്ചുപേർ വേട്ടയാടിയ മൃഗങ്ങളെ കയറിൽ കെട്ടി വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചിലർ വേട്ടയാടിയ മൃഗങ്ങളെ വിൽപ്പന നടത്തുന്നു. അതൊക്കെ വാങ്ങിക്കഴിക്കുന്നവരുടെ ലൈഫ് സ്റ്റൈൽ കൂടുന്നതവൻ കണ്ടു. ചിലരോടൊപ്പം അവർ ഇണക്കി വളർത്തുന്ന പലതരം മൃഗങ്ങളുമുണ്ട്. ചില മനുഷ്യർ വ്യത്യസ്തങ്ങളായ വലിയ മൃഗങ്ങളുടെ പുറത്തിരുന്ന് സവാരി ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള പടച്ചട്ടകൾ ധരിച്ച് വിവിധ ആയുധങ്ങളും കയ്യിലേന്തി അവിടെയുള്ളവർ അവരുടെ ദൈനംദിന ജോലികളിൽ മുഴുകിയിരിക്കുന്നു. റൈഡൻ നഗരത്തിന് നടുവിലായിട്ടാണ് അവിടുത്തെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കൊത്തുപണികൾ നിറഞ്ഞ കൂറ്റൻ തൂണുകളും ശില്പങ്ങൾ നിറഞ്ഞ ഇടനാഴികളും ചിത്രങ്ങൾ നിറഞ്ഞ ചുവരുകളും ഒക്കെയുള്ള ഒരു വലിയ കൊട്ടാരം. ലിയോ അത്ഭുതത്തോടെ അതിലുപരി ഭയത്തോടെയും എല്ലാം നോക്കിക്കണ്ടു. ഇവിടെ നിന്നും ഞാനെങ്ങനെ ജീവനോടെ രക്ഷപ്പെടും? ഈ നഗരത്തിനുള്ളിലാണ് ആ ഡേറ്റ കളക്ടിംഗ് ഡിവൈസ് ഉള്ളതെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ കണ്ടെത്തും? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ലിയോയുടെ ഉള്ളിൽ കിടന്ന് വീർപ്പുമുട്ടി. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുന്നു. എത്ര വലിയ നഗരമാണിത്? പെട്ടെന്ന് ലിയോയുടെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു. ലിയോ, നീ എന്തിനാ ഭയപ്പെടുന്നത്? അപ്രതീക്ഷിതമായി കേട്ട ശബ്ദത്തിൽ ലിയോ ഞെട്ടിപ്പോയി. ആ, അവൻ ദേഷ്യത്തോടെ ചീനുവിനെ നോക്കി. നിനക്കറിയോ ചീനു, ആ പെരുമ്പാമ്പെന്നെ വിഴുങ്ങേണ്ടതായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതാ താമരയുടെ വളർത്തുമൃഗമാണ് പോലും. ഇതിനെയൊക്കെയാണോ ഓമനിച്ച് വളർത്തുന്നത്? അതിനെ കണ്ട് പേടിച്ചെന്റെ ബോധം പോയില്ലെന്നേ ഉള്ളൂ. ആ സമയം അവൾ വന്നില്ലായിരുന്നെങ്കിൽ അതെന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയേനെ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇന്നലെ പോയതാണല്ലോ. നീ ഇതുവരെ എവിടെയായിരുന്നു ചീനു? ലിയോ ദേഷ്യത്തിൽ ചീനുവിനോട് ചോദിച്ചു. ലിയോ, ഞങ്ങളെപ്പോലെയുള്ളവരെ അങ്ങനെ എല്ലാവർക്കും കാണാൻ കഴിയില്ല. ഇപ്പോൾ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ വഴികാട്ടിയാണ്. അതുകൊണ്ട് നിനക്ക് മാത്രമേ എന്നെ കാണാനും തൊടാനും ഞാൻ പറയുന്നത് കേൾക്കാനും കഴിയൂ, ചീനു സൗമ്യമായി ലിയോയോട് പറഞ്ഞു. ലിയോ വിശ്വാസം വരാത്ത മട്ടിൽ ചീനുവിനെ നോക്കി. അതായത് ലിയോ, എനിക്ക് നിനക്ക് വേണ്ടി വഴികാട്ടാൻ മാത്രമേ കഴിയൂ, അല്ലാതെ നിന്റെ വിധി മാറ്റാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ചിലപ്പോൾ വിധി ഈ ദിവസം വരെ നിനക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടാകുകയുള്ളൂ. അങ്ങനെ ഓർത്ത് നമുക്ക് സമാധാനിക്കാം. ചീനു പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന ലിയോ ചീനുവിനെ തോളിൽ നിന്നും വലിച്ചെടുത്ത് 2 കൈകൾക്കുള്ളിലിട്ട് ഞെരിച്ചു. ജെല്ലി പോലെയുള്ള ചീനുവിന്റെ ശരീരത്തിനുള്ളിൽ ലിയോയുടെ വിരലുകൾ ആഴ്ന്നു. ഇന്നെന്റെ മരണമാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണോ കുട്ടിപ്പിശാചി നീ ഇപ്പോൾ വന്നത്? ലിയോ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ചീനുവിനെ ഞെക്കി ശ്വാസം മുട്ടിച്ചു. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഇവൻ എന്നെ കൊല്ലുന്നേ, ചീനു നിലവിളിച്ചു. നീ ഒരു കാര്യം മറന്നു ചീനു, നിന്നെ എനിക്ക് മാത്രമല്ലേ കാണാൻ കഴിയൂ. അതുകൊണ്ട് നിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്താലും എന്നോട് ആരും ഒന്നും ചോദിക്കില്ല. നിന്റെ കരച്ചിൽ ഞാനല്ലാതെ മറ്റാരും കേൾക്കുകയുമില്ല, ലിയോ കൗശലത്തോടെ പറഞ്ഞു. അയ്യോ, എന്നെ വെറുതെ വിടണേ ലിയോ. ഞാനില്ലാതായാൽ നിനക്ക് ആര് വഴികാട്ടും? നിനക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടു പുറത്തു പോകണ്ടേ? എന്നെ വിട് ലിയോ, ഇനി നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം, ചീനു അപേക്ഷയോടെ പറഞ്ഞു. ഇത്തവണ നിന്നെ ഞാൻ വെറുതെ വിടുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലിയോ ചീനുവിലുള്ള പിടി അയച്ചു.
ആശ്വാസത്തോടെ ചീനു ലിയോയുടെ തോളിലേക്ക് കയറിയിരുന്നു. റൈഡൻ നഗരത്തിൽ കാഹളനാദം മുഴങ്ങി. 100 കണക്കിന് യുവാക്കളും യുവതികളും ആയുധമേന്തി അവിടേക്ക് മാർച്ച് ചെയ്തു വന്നു. ആ സൈന്യത്തെ മുന്നിൽ നിന്നും നയിച്ചത് താമരയായിരുന്നു. അവർക്ക് മുന്നിലേക്ക് പരിണാമ വളർച്ചയെത്തിയ വലിയൊരു കണ്ടാമൃഗത്തിന്റെ പുറത്തേറി സുന്ദരിയായ ഒരു സ്ത്രീ രാജകീയമായി വന്നു നിന്നു. പട്ടാളക്കാർ അവൾക്ക് ചുറ്റും നിരന്നു നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്തു. റൈഡൻ സിറ്റിയിലെ ഏറ്റവും മികച്ച യോദ്ധാവിന് ഞങ്ങളുടെ സല്യൂട്ട്! ഇത്രയും രാജകീയമായി വന്നിരിക്കുന്ന ഈ സ്ത്രീ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ലിയോ ചീനുവിനെ നോക്കി. ലിയോ, അതാണ് വിപാശ. അവളെപ്പോലെ ശക്തിയും ബുദ്ധിയും സൗന്ദര്യവും വേട്ടയാടാനുള്ള തന്ത്രങ്ങളും ലഭിച്ച മറ്റൊരു പെൺകുട്ടി ഈ റൈഡൻ നഗരത്തിലില്ല. വിപാശയെപ്പോലെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ക്രൂര മൃഗങ്ങളോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള കഴിവുള്ളൂ. താമര വിപാശയിൽ നിന്നും പരിശീലനം നേടുന്ന ശിഷ്യരിൽ ഒരാളാണ്. അവൾ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ വിപാശയെ കാണിക്കാൻ വേണ്ടിയാണ്. ഇനി നിന്റെ വിധി എന്താണെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ആ നിൽക്കുന്ന വിപാശയാണ്. ചീനു അവന്റെ തോളിലിരുന്ന് വിപാശയെക്കുറിച്ച് വർണ്ണിച്ചു. ചീനു, നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ? ലിയോ ചീനുവിനെ ശകാരിച്ചു. സൈനികരാൽ ചുറ്റപ്പെട്ട് നിന്നതുകൊണ്ട് ലിയോയ്ക്ക് വിപാശയെ നേരെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ലിയോ, താമര നിന്നെ ഇപ്പോൾ വിപാശയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. നീ അവളോട് എന്താണ് പറയാൻ പോകുന്നത്? ചീനു ആകാംക്ഷയോടെ ലിയോയോട് ചോദിച്ചു. വേറെന്ത് പറയാൻ? ഞാൻ സത്യം പറയും. പ്രൊഫസർ ബെഞ്ചമിൻ അയച്ച ഒരു ടെലിപ്പോർട്ടിംഗ് ഉപകരണം തേടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. ഉള്ളിലെ ഭയം മറച്ച് ലിയോ പറഞ്ഞു. എന്റെ ലിയോ, നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെയുള്ളവർ നിന്നെ ഭ്രാന്തനാക്കും. നീ ഈ പറയുന്നത് ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ചീനു അവനോട് സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും താമര ലിയോയുടെ അടുത്തേക്ക് വന്നു. അവൾ അവനെ വിപാശയുടെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് ലിയോ വിപാശയെ ശരിക്കും കണ്ടത്. അവന്റെ കണ്ണുകൾ അവളുടെ സൗന്ദര്യം കണ്ടുവിടർന്നു. താൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരിയാണ് വിപാശയെന്ന് അവന് തോന്നി. കാറ്റിൽ ആടി ഉലയുന്ന ഇടതൂർന്ന മുടിയിഴകളും വില്ലുപോലെ വളഞ്ഞ പുരികക്കൊടിയുമൊക്കെയായി പ്രഗത്ഭനായ ഒരു ശില്പിയുടെ കരവിരുതിൽ കൊത്തിയെടുത്ത മനോഹരമായ ഒരു ശില്പം പോലെയായിരുന്നു അവൾ. കാന്തിക ശക്തിയുള്ള അവളുടെ കണ്ണുകൾ എല്ലാവരെയും അവളിലേക്ക് ആകർഷിക്കുന്നുവെന്ന് അവന് തോന്നി. താമര ലിയോയെ വിപാശയ്ക്ക് മുന്നിൽ കൊണ്ടു ചെന്ന് നിർത്തി. ലീഡർ വിപാശ, ഇതാണ് ഞാൻ പറഞ്ഞ മനുഷ്യൻ. ഇന്നലെ ഞാനിവനെ കണ്ടുമുട്ടുമ്പോൾ ഇവൻ ഒറ്റയ്ക്ക് കാട്ടിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. ഇവൻ ഏത് സിറ്റിയിൽ നിന്നുമാണ് ഇവിടെ എത്തിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവനെ നമ്മുടെ സൈന്യത്തിലേക്ക് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ജോലികൾ ചെയ്യാൻ ഇവൻ നമ്മളെ സഹായിക്കും. താമര ലിയോയെ മുന്നിലേക്ക് നീക്കി നിർത്തി. വിപാശ ലിയോയെ മൊത്തത്തിലൊന്ന് നോക്കി. എന്നിട്ട് അവൾ അടുത്ത് നിന്ന സൈനികനോട് ലിയോയുടെ ബ്രേസ്ലെറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതനുസരിച്ച് അയാൾ ലിയോയുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് പിടിച്ചു തിരിച്ചു. ആ നിമിഷം അതിൽ നിന്നും തെളിഞ്ഞ മാജിക് സ്ക്രീനിലെ എല്ലാ അക്കങ്ങളും 0 അത് കണ്ട വിപാശ ദേഷ്യത്തോടെ താമരയെ നോക്കി പറഞ്ഞു. താമര, വെറുതെ എന്റെ സമയം കളയരുത്. നമ്മുടെ സൈന്യത്തിൽ ഒരു അടിമയായിരിക്കാനുള്ള യോഗ്യത പോലും ഇവനില്ല. ഈ കോമാളിയെ നിനക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുപോയി വിട്ടേക്ക്. പക്ഷെ ലീഡർ, ഇവനൊരവസരം നൽകിക്കൂടെ? താമര പ്രതീക്ഷയോടെ വിപാശയെ നോക്കി ചോദിച്ചു. പറ്റില്ല, എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല, കലിയോടെ വിപാശ പറഞ്ഞു. അവിടെ ഇതൊക്കെ നടക്കുമ്പോഴും ലിയോ വിപാശയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് നിൽക്കുകയായിരുന്നു. മാഡം, നിങ്ങൾ വളരെ സുന്ദരിയാണ്. അവൻ അറിയാതെ വിപാശയെ നോക്കി പറഞ്ഞുപോയി. അവിടെ കൂടി നിന്നവരെല്ലാം അത് കേട്ട് ഞെട്ടി. അയ്യോ, എല്ലാം കഴിഞ്ഞു. ലിയോയുടെ തോളിലിരുന്ന് ഞെട്ടിയ ചീനു അപ്രത്യക്ഷനായി. എന്താ നീ പറഞ്ഞത്? വിപാശ കഠിനമായ ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിച്ചു. അത് മാഡം. അറിയാതെ വന്നുപോയ തെറ്റും മനസ്സിലാക്കിയ ലിയോ ഒന്നും പറയാനാകാതെ നിന്നു വിയർത്തു. താമര, എത്രയും വേഗം ഈ കോമാളിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇവനെ എന്റെ മൃഗത്തിന് ഭക്ഷണമാക്കും. വിപാശ ലിയോയ്ക്ക് നേരെ ആക്രോശിച്ചു. പരിഭ്രാന്തിയായ താമര ലിയോയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. വിപാശയുടെ സൈന്യത്തിൽ അവനെ ചേർക്കണമെന്നുള്ള പദ്ധതി പൊളിഞ്ഞു. അവനെ ഇനി എങ്ങനെ സംരക്ഷിക്കുമെന്ന ചിന്തയിലായിരുന്നു അവൾ. താമര അവനെയും കൊണ്ട് കുതിരയുടെ അടുത്തെത്തി. ലിയോയുടെ കൈ കയറുകൊണ്ട് കെട്ടി. എന്നിട്ട് അതിനെ കുതിരയുമായി ബന്ധിച്ചതിനു ശേഷം അവൾ കുതിരപ്പുറത്ത് കയറി കാടിനുള്ളിലേക്ക് പോയി. അവനും കുതിരയുടെ പിന്നാലെ കാട്ടിലേക്കുള്ള വഴിയെ അവളെ അനുഗമിച്ച് നടന്നു. ചീനു, നീ വിപാശയെക്കുറിച്ച് എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ അവൾ ഇത്ര സുന്ദരിയാണെന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ. ലിയോ ചിരിയോടെ പറഞ്ഞു. നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നോ ലിയോ? റൈഡനിലുള്ള ആൺകുട്ടികൾ പോലും വിപാശയ്ക്ക് മുന്നിൽ നിന്ന് അങ്ങനെ സംസാരിക്കില്ല. എന്നാൽ നീ അത്രയൊക്കെ പറഞ്ഞിട്ടും നിന്നെ അവൾ എന്തുകൊണ്ടാണ് ജീവനോടെ വിട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചീനു അതിശയം കലർന്ന ഭാവത്തിൽ പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായി ചീനു, എനിക്ക് മനസ്സിലായി. ലിയോ ചിരിച്ചുകൊണ്ട് ചീനുവിനോട് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് വിചിത്രമായ ഒരു ശബ്ദം അവിടെ മുഴങ്ങി. കുതിര ഭയത്തോടെ ചിനച്ചു. ലിയോയും ചീനുവും പേടിയോടെ പരസ്പരം നോക്കി. താമര കുതിരയെ തടവി ആശ്വസിപ്പിച്ചു. ഒന്നുമില്ല, നീ ഭയപ്പെടരുത്. ആ വിചിത്ര ശബ്ദം വീണ്ടും കേട്ടു. താമര കുന്തം കയ്യിലെടുത്ത് കുതിരപ്പുറത്ത് നിന്നും ചാടിയിറങ്ങി. എവിടെ നിന്നോ പാഞ്ഞു വന്ന ആസിഡ് കലർന്ന ഉമിനീരിൽ നിന്നും താമര തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി. അത് അവൾക്ക് പുറകിലെ മരത്തിൽ ചെന്ന് പതിച്ചു. അത് വീണ ഭാഗത്തെ മരത്തൊലി പൊള്ളി അടർന്നുപോയി. അവൾ വേഗം ഒരു കത്തിയെടുത്ത് ലിയോയുടെ കയ്യിലെ കെട്ടുമുറിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നോക്കി നിൽക്കാതെ ഇവിടെ നിന്ന് പോവോ. പെട്ടെന്ന് വിഷമുള്ള ഒരു മൃഗം മരത്തിന് മുകളിൽ നിന്നും അവർക്ക് മുന്നിലേക്ക് ചാടി വീണു. നീരാളിയും തേളും 8 കാലിയും കൂടി ചേർന്നതുപോലുള്ളൊരു ഭീകര ജന്തു. അതിനെ കണ്ട ലിയോ അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി മാറി. താമര ഭീകരരൂപിയായ ആ വിഷജന്തുവിനോട് പോരാടാൻ തുടങ്ങി. അത് അവൾക്ക് നേരെ ആസിഡ് തുപ്പി. താമര അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. 8 കാലുകളുള്ള ആ രാക്ഷസന്റെ കാലുകളിൽ അവൾ കുന്തം ഉപയോഗിച്ച് കുത്തി. ആ മൃഗം അലറിക്കൊണ്ട് താമരയെ ചുഴറ്റി എറിഞ്ഞു. കുന്തം അവളുടെ കയ്യിൽ നിന്നും എവിടേക്കോ തെറിച്ചു വീണു. താമരയും വിഷജന്തുവുമായുള്ള പോരാട്ടത്തിൽ ആ ജന്തു ആധിപത്യം പുലർത്തി. ഓടിക്കൊണ്ടിരുന്ന ലിയോയെ ചീനു തോണ്ടി വിളിച്ചു.
താമരയ്ക്ക് ആ മൃഗത്തെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല ലിയോ. അവൾക്ക് സഹായം ആവശ്യമുണ്ട്. ലിയോ അവിടേക്ക് നോക്കി. കുന്തമെടുക്കാൻ ശ്രമിച്ച താമരയെ ആ വിഷജന്തു ചിലന്തി വലയിൽ കുടുക്കിയിട്ടു. താമര അപകടത്തിൽപ്പെട്ടത് കണ്ട ലിയോ തിരികെ ഓടി വന്നു. അവനൊരു പാറയുടെ മറവിൽ ഒളിച്ചിരുന്ന് അവളെ നോക്കി. ആ ജന്തു അവളെ അപ്പോൾ അതിന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നു. ലിയോയ്ക്ക് താമരയെ സഹായിക്കണമെന്ന് തോന്നി. അവൻ നിലത്ത് നിന്നും ഒരു വലിയ കല്ലെടുത്തു. ആ വിഷജന്തുവിന്റെ ശ്രദ്ധ തിരിക്കാനായി അവൻ ആ കല്ല് അതിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. എന്നാൽ അത് ആ ജന്തുവിന്റെ അടുത്ത് പോലും എത്തിയില്ല. അവൻ താമരയുടെ കുന്തം വീണ് കിടക്കുന്നത് കണ്ടു. അവൻ ഓടിച്ചെന്ന് അത് കയ്യിലെടുത്തു. ആ നിമിഷം അവൻ എങ്ങനെയും അവളെ ആ ജന്തുവിൽ നിന്നും രക്ഷിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലിയോ കുന്തം ഉയർത്തി തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ ജന്തുവിന് നേർക്കെറിഞ്ഞു. എന്നാൽ ഇത്തവണ അത് ലക്ഷ്യം തെറ്റാതെ ആ വിഷജന്തുവിന്റെ കഴുത്തിലേക്ക് തുളച്ചു കയറി മരത്തിൽ തറച്ചു നിന്നു. ആ മൃഗം വേദന കൊണ്ട് പൊളഞ്ഞ് നിലവിളിച്ചു. കിട്ടിയ അവസരം പാഴാക്കാതെ ലിയോ താമരയ്ക്ക് ചുറ്റുമുള്ള ചിലന്തിവല നീക്കം ചെയ്ത് അവളെ രക്ഷിച്ചു. ലിയോ എറിഞ്ഞ കുന്തം ആ മൃഗത്തോടൊപ്പം മരത്തിൽ തറച്ചിരിക്കുന്നത് അവൾ കണ്ടു. അവൻ കാണിച്ച ധൈര്യത്തിൽ അവൾക്ക് അത്ഭുതം തോന്നി. എന്നാൽ പെട്ടെന്ന് കുന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ആ വിഷജന്തു ലിയോയെ ആക്രമിച്ചു. അപ്രതീക്ഷിതമായുള്ള ആക്രമണത്തിൽ അതിന്റെ മർദ്ദനമേറ്റ ലിയോ ദൂരേക്ക് തെറിച്ചു. അവൻ വീഴാൻ പോകുന്നത് ചെങ്കുത്തായ ഒരു മലഞ്ചെരുവിലേക്കാണെന്ന് മനസ്സിലാക്കിയ താമര അവനെ ലക്ഷ്യമാക്കി കുതിച്ചു. പക്ഷേ അവളുടെ കരങ്ങൾ അവനെ എത്തിപ്പിടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ ആ ഇരുണ്ട താഴ്ചയിലേക്ക് വീണു. അവനെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന താമരയെ പാഞ്ഞു വന്ന വിഷജന്തു തൂക്കിയെടുത്ത് താഴേക്കെറിഞ്ഞു. അവളുടെ നിലവിളി ശബ്ദം താഴെയുള്ള പാറക്കൂട്ടത്തിൽ തട്ടി പ്രതിധ്വനിച്ചു.